മനു. യെസ്, അതാണ് ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷം. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ വാതായനങ്ങൾ തുറക്കുന്നു എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ആ ചരിത്രപാതയിൽ ഇതാ ഒരു നാഴികക്കല്ലിൻ്റെ നിമിഷം. ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് നമ്മുടെ ശുഭാംശു ശുക്ല. അവിടെ ബഹിരാകാശ നിലയം തൊടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഇന്നലെ പുറപ്പെട്ട ശുഭാംശു ഇന്ന് ആ ശുഭയാത്ര പൂർത്തിയാക്കി അവിടെ എത്തുന്നു. ഇനി 14 ദിവസം നീണ്ടു നിൽക്കുന്ന പരിവേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം അവിടെ ഉണ്ടാകും. 4 രാജ്യങ്ങൾ ഈ ദൗത്യത്തിൽ കൈകോർക്കുന്നു. ബഹിരാകാശ ദൗത്യത്തിൽ 4 രാജ്യങ്ങളുടെ കൂട്ടായ പ്രയത്നമാണ്. ഇന്ത്യക്കൊപ്പം അമേരിക്കക്കൊപ്പം പോളണ്ടും ഹംഗറിയും ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നു. മുതിർന്ന ആസ്ട്രോനോട്ട് പെഗി വിറ്റ്സൺ ആണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഹംഗേറിയൻ സ്വദേശി ടിബോർ കാപ്പുവും ഈ സഖ്യത്തിന്റെ ഭാഗമായുണ്ട്. പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസ്നാസ്കിയും അതുപോലെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ഉണ്ട് എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുരാഷ്ട്ര കൂട്ടായ്മ എന്ന നിലയിൽ ബഹിരാകാശ രംഗത്ത് നടത്തുന്ന നിർണായകമായ മുന്നേറ്റം ഇന്ത്യ ബഹിരാകാശ രംഗത്ത് ഒരു അനിഷേധ്യ ശക്തിയാണ് എന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഡോക്കിങ്ങിന്റെ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ദ മോസ്റ്റ് ത്രില്ലിംഗ് പാർട്ട് ഓഫ് ബീയിങ് ഇൻ സ്പേസ് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ Dragon Grace and the Axiom Mission 4 crew have arrived to the International Space Station at 5:31 a.m. Central Time over the North Atlantic as the two orbiting around the Earth, connecting with the soft capture ring, and now we'll begin the ring retraction to bring the two vehicles closer together, and then the 12 hooks, the 2 sets of 6 will drive to form a hard nut. And there you heard there, the soft capture ring is retracting, and then we'll do so until sensors are indicating it's time for those hooks to drive in place and give us a hard capture and firmly secure Dragon to station. അതാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ വിജയം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ശുഭാംശുവിന്റെ കുടുംബം. ആ ശുഭയാത്ര ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ബഹിരാകാശത്ത് അതിന്റെ കീർത്തിമുദ്രയായി മാറുന്ന യഥാർത്ഥ നിമിഷങ്ങളിലേക്കാണ് രാജ്യം സാക്ഷിയാകുന്നത്. ശുഭാംശുവിന്റെ കുടുംബാംഗങ്ങൾ ആ സന്തോഷ നിമിഷത്തിൽ പങ്കാളികളാകുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതേസമയം ഈ സ്ക്രീനിന്റെ ഒരു വശത്ത് ബഹിരാകാശത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും നമ്മൾ കാണുകയാണ്. ശുഭാംശുവിന്റെ അമ്മയുടെ കണ്ണുനീരാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരത്രയും ആകാംക്ഷയോടുകൂടി ജിജ്ഞാസയോടുകൂടി ആ കുടുംബം കാത്തുനിന്നിരുന്നു. ആ മഹത്തായ ദൗത്യത്തിന്റെ സമീപത്ത് നിൽക്കുന്നു ഇന്ത്യയുടെ അഭിമാനം ശുഭാംശു ശുക്ല. ഏറ്റവും മനോഹരമായ നിമിഷം. ആക്സിയം 4 The soft capture ring, that initial contact between Dragon Grace and the International Space Station continuing to retract, and we'll await for the calls that the sensors read that it will be time for those 12 hooks on the Dragon to then begin driving and connecting itself to form a hard mate to the International Space Station. യെസ്, ഏറ്റവും അഭിമാനകരമായ നിമിഷം. അജയ് സുധ ബിജു എന്നോടൊപ്പം ചേർന്നു. അജയ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ നിമിഷം. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ വലിയ ശക്തിയാണ് എന്ന് തെളിയിക്കാനായി നമ്മൾ എല്ലാവിധ പ്രയത്നങ്ങളും നടത്തുകയാണ്. അതിലേക്കുള്ള ചുവടുവെപ്പാണ് നടക്കുന്നത്. ഗഗൻയാൻ എന്ന ഒരു പദ്ധതി നമുക്ക് ഇനി മുന്നിലുണ്ട്. ആ ഗഗൻയാൻ പദ്ധതിക്ക് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസം നൽകുന്ന ഒരു നീക്കം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇന്ത്യക്ക് സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം ഈ ബഹിരാകാശ രംഗത്തുണ്ടാകുന്ന കാലം അതിവിദൂരമല്ല എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. ഈ അഭിമാന മുഹൂർത്തത്തെ എങ്ങനെ വിലയിരുത്താം അജയ്, ബിജു? മനു, തീർച്ചയായിട്ടും ഇന്നലെ ശുഭാംശു ശുക്ല പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ തോളിലുള്ള ത്രിവർണ്ണ പതാക കാണുമ്പോൾ മനസ്സിലാകും ഈ മുഴുവൻ ഭാരതീയരും അദ്ദേഹത്തിൻ്റെ ഈ ദൗത്യത്തിനൊപ്പം തൻ്റെ കൂടെ ഉണ്ടെന്ന്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലെ തന്നെയാണ്